കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കൂടി പറയാം. നമ്മളുടെ കേരളം പുതിയ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് രോഗതീവ്രത കൂടിയ വടക്കൻ ജില്ലകൾ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളെയാണ് നമ്മൾ ഏറ്റവും രോഗതീവ്രതയുള്ള റെഡ് സോൺ ആയി പെടുത്തിയിരിക്കുന്നത്. ബാക്കി കൊല്ലം അടക്കമുള്ള ജില്ലകൾ ഇതിന്റെ രണ്ടാം ശ്രേണിയായ ഓറഞ്ച് സോണിലേക്ക് വരും. എന്താണ്ട് അവിടെ ഇവിടെ വാർത്തയിൽ ഇങ്ങനെ കാണിച്ച അവിടെ ഭയങ്കര സീനാ, എന്തോ ഹോട്ട്സ്പോട്ട് എന്തോന്ന്. ഇവിടെ ഹോട്ട്സ്പോട്ടൊക്കെ തന്നെയാണ്. പക്ഷെ എന്താ നീ വിളിച്ചേ? ഇല്ല, ഞാന് വാർത്ത കണ്ടിട്ട് വിളിച്ചേ. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങക്ക്? ഞാനിപ്പോ റേഷൻ കടയിൽ അരി വാങ്ങാൻ വേണ്ടി പോകാൻ. അല്ല, ഞാൻ പോയി വന്നിട്ട് വിളിച്ചാൽ മതി. ഞാൻ പോയിട്ട് എന്നിട്ട് വിളിക്കാം. മതി 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 മതി, ഞാൻ വാർത്ത കണ്ടുകൊണ്ട് വിളിച്ചാ. കുഴപ്പമില്ല, നീ പോയിട്ട് വന്നിട്ട് വിളിച്ചാൽ മതി. ആ ഓക്കെ. കോവിഡ് വ്യാപന സാഹചര്യം കണക്കിലെടുത്താണ് പൊതുസ്ഥലങ്ങളിലും ജോലിസ്ഥലങ്ങളിലും മാസ്ക് നിർബന്ധമാക്കിയത്. മാസ്ക് ധരിക്കാത്തവരിൽ നിന്ന് 200 രൂപ പിഴ ഈടാക്കുമെന്ന് പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. നിർദ്ദേശം അവഗണിക്കുന്നത് തുടർന്നാൽ 5000 രൂപ പിഴ ഈടാക്കും. കുറ്റക്കാർക്കെതിരെ കോടതിയിൽ പെറ്റി കേസ് ചാർജ് ചെയ്യാനാണ് തീരുമാനം. മാസ്ക് ഇല്ലാത്തവർക്ക് തോർത്ത്, കർച്ചീഫ് എന്നിവ ഉപയോഗിക്കാം. ഇവനവിടെ വേറെ പണിയൊന്നുമില്ലേ? ഫുൾ ടൈം റോഡിലാണല്ലോ. ഹലോ, നീ എന്തുവാടാ ഫുൾ കറക്കവാ? എന്താടാ? നീ എന്താ ഫുൾ കറക്കാ? അല്ലല്ലോ, എന്തേ? അല്ല, നിന്റെ സ്റ്റാറ്റസ് ഒക്കെ കണ്ട് നീ കോവിഡിന്റെ ഇടയിലൊക്കെ ബൈക്കിനകത്തൊക്കെ പോന്ന്. ഞാനോ? അത് ഞാനും പുറത്ത് ആവശ്യത്തിന് പോണേ. എന്തേ? ഞാനിപ്പോ റോട്ടുമേടാ. എന്തേ കാര്യം? ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഞാൻ റോഡിലാണ്, സൈഡിലേക്ക് മാറ്റി. നീ തിരക്കിലാ? ഞാൻ ഗ്യാസ് തീർന്നപ്പോ ഗ്യാസ് മാറ്റാൻ വേണ്ടിട്ട് ഞാൻ പോയി കടയിലേക്ക്. ഞാൻ പിന്നെ വിളിക്കാം. നീ ഇന്നാള് 2 ദിവസം മുന്നേ വിളിച്ചപ്പോ ഞാൻ വണ്ടിമോ തന്നെ ആയിരുന്നില്ലേ. ഞാൻ എന്നാ വിളിക്കാം, ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കട്ടോ. ഓക്കെ ഓക്കെ, എന്നാ ശരി. ഓക്കെ ഓക്കെ, ശരി ശരി. മതി മതി, പിന്നെ വിളിച്ചാ മതി. ശരി ശരി. രാജ്യത്ത് ലോക്ക്ഡൌൺ 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു. ആക്സിഡന്റ് ആയോ? ഞാൻ കാർ റിവേഴ്സ് എടുക്കണം. പുറത്തു പോകാൻ. ഇപ്പൊ എവിടെ പോകുന്നു? പുറത്ത്? ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോവാൻ. ഞാൻ മറ്റേ കാല് തട്ടിന്ന് പറഞ്ഞില്ലേ, ഞാൻ ആക്സിഡന്റ് ആയി മറ്റേ വണ്ടിമന്ന് വീണെന്ന് പറഞ്ഞില്ലേ. വീട്ടിലുള്ളവരെല്ലാം പറയുന്ന കേട്ട് ഈ കോവിഡിന്റെ ഇത്രയും ലോക്ക്ഡൌണും അവിടെ ഹോട്ട് ഏരിയ ഒക്കെ ആവുന്ന സമയത്ത് നിനക്ക് നേരെ അടങ്ങി വീട്ടിലിരുന്നു ഇവിടെ. എടാ, അത് ഞാനും ഒരു അത്യാവശ്യത്തിന് ഇറങ്ങിയപ്പോ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് അടിച്ചപ്പോ ചരല്ലാണ്ട് ഞരങ്ങിപ്പോയി. അങ്ങനെ ഇത്രയും ദിവസം വിളിക്കുമ്പോഴും നീ ഓരോ തവണവും പുറത്തു പോകാൻ നിൽക്കുക. നിനക്ക് ഒരു ദിവസം പോകുമ്പോ ചെയ്തു തീർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. വീട്ടിൽ ഇരിക്കാനുള്ള മടി എന്തിനാ കാണിക്കുന്നത്? നീ തന്നെ ആലോചിച്ച് നോക്കിയ നീ പോകുന്ന സമയത്ത് നിനക്ക് പറ്റിയാല്, നിനക്ക് ഇത് പറ്റി എവിടുന്നെങ്കിലും കിട്ടിയാല് നിന്റെ വീട്ടില് അടുത്തെല്ലാം ഇത് വരത്തില്ലേ? ഹലോ, നീ ഒന്ന് തിങ്ക് ചെയ്ത് നോക്ക്.
ശരി, ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടേ ഒരു TT ഒക്കെ അടിച്ച് വന്നിട്ട് ഞാൻ വിളിക്കാൻ. ഓക്കെ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മളുടെ ആവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഗവൺമെന്റ് നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമുക്ക് വീട്ടിലിരിക്കാനുള്ള മടി മൂലം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടെത്തി നമ്മൾ കുറേ മാനദണ്ഡങ്ങളെല്ലാം വെച്ചുകൊണ്ട് മാസ്ക് ധരിച്ചുകൊണ്ട് സത്യവാങ്മൂലം എഴുതിക്കൊണ്ട് ഒക്കെ ഓരോ തവണവും പുറത്തു പോകും. നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറത്തു പോയി നമുക്ക് കോവിഡ് പടരുമോ, നമ്മൾ പോയിട്ട് വന്ന് നമ്മളെ വീട്ടിലുള്ളവർക്ക് അത് പടരുമോ, നമ്മുടെ പരിസരത്ത് അത് പടരുമോ എന്നെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ റീസൺ ആക്കിയെടുക്കുന്നത്. അപ്പം ഇതിലൂടെ നമ്മളെയും നമ്മുടെ വീടിനെയും നമ്മുടെ പരിസരത്തെയും നമ്മുടെ നാടിനെയുമാണ് കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ഒന്നിച്ച് നിൽക്കാം, വീട്ടിൽ തന്നെ ഇരിക്കാം, ആവശ്യ കാര്യങ്ങൾക്ക് മാത്രം നിർദ്ദേശങ്ങൾ അനുസരിച്ച് പുറത്തിറങ്ങാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിവിടെ ചെയ്ത ഈ ചെറിയ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കോവിഡ് എന്ന വൈറസ് കൊണ്ടുണ്ടായ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ അതിനോട് പങ്കുചേരാൻ നമ്മളും കൂടെ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്, പോലീസും ഒക്കെ പറയുന്നത് പോലെ തന്നെ മാസ്ക് ഈ ലോക്ക്ഡൗൺ പീരീഡ് കഴിഞ്ഞാലും മാസ്ക് ഇട്ട് അതുപോലെ തന്നെയുള്ള പല ചട്ടങ്ങളും അനുസരിച്ച് നമ്മൾ പബ്ലിക് പ്ലേസിലേക്ക് ഇറങ്ങുക. അതുപോലെ തന്നെ നമ്മളെയും ശ്രദ്ധിക്കുക, നമ്മുടെ കുടുംബത്തെയും ശ്രദ്ധിക്കുക, നമ്മുടെ കൂട്ടുകാരെയും എല്ലാവരെയും ശ്രദ്ധിക്കുക. അതുമൂലം ഈ കോവിഡ് കൊണ്ടുണ്ടായ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ മറികടന്ന് നമ്മുടെ ജീവിതം തിരിച്ച് പഴയതുപോലെ നോർമലായി കൊണ്ടുവരും. सुना था डॉक्टर्स भगवान का रूप होते हैं, पर आज ऐसा लगता है कि कोरोना वायरस से लड़ने की इस चुनौती की घड़ियों में भगवान ने ही डॉक्टर्स का रूप ले लिया। പമ്പടം കണക്കിന് കടങ്ങി കടങ്ങിണ പമ്പടം കണക്കിന് കടങ്ങി കടങ്ങിണ പമ്പ